ഇനി ഇവിടെ നിൽക്കുന്നതിലൊരർത്ഥവുമില്ല ശിവ. അവൾക്കൊരിക്കലും അനിയനെ വിട്ട് നിൻ്റെ ഒപ്പം ഇറങ്ങി വരാൻ പറ്റില്ല. എന്താണ് നേരത്തെ കാലത്തും ഒന്ന് കട തുറക്കാൻ പാടില്ലേ? ഇത്ര നേരം നീ എന്തെടുത്തോണ്ടിരിക്കായിരുന്നു? സോപ്പ് ഓർഡർ ചെയ്. സോപ്പ് തീർന്നുപോയി. ഒരു സാധനം തീർന്നു പോയാൽ വാങ്ങി വെക്കണം അറിയാൻ പാടില്ലേ? നിനക്ക് വേറെ എന്താ ഇവിടെ പണി? കോപ്പുണ്ടാക്കാനായിട്ട്. ഒരു സോപ്പ് കൊടുങ്ക. ഇവിടെ സോപ്പും കോപ്പൊന്നുമില്ല. കിട്ടിയില്ലേ ഒരു സോപ്പ്? സോപ്പില്ലെന്നല്ലേ പറഞ്ഞേ, പിന്നെന്തിനാ അതിനെ ചോദിച്ചോണ്ടിരിക്കണേ? സോപ്പില്ലെന്നാടാ പറഞ്ഞേ. എന്നാ ഒരു ഷാമ്പു. വാ. അതെ, പൈസ കിട്ടിയില്ല. അത് ഈ പാൻറ്റോട് മേടിച്ചോ. എന്തില്ലടാ? ആ വാ. വര വരവും തൊല താങ്ക മുടിയില്ലടാ. അതെ, മേ ഹിന്ദി സോങ് ആണ്. പഠിക്കാൻ വിടുന്ന സമയത്തേ ക്ലാസ് കെട്ടിയതുമല്ല, ഹിന്ദി പടത്തിന് പോകണമായിരുന്നു. അല്ലാതെ സിംഗത്തിൻ്റെ മട പോലൊന്നും ഹിന്ദി പാട്ട് പഠിക്കാൻ പറ്റില്ല. അവ എതുക്കിടാ കോപ്പട്ടീങ്ക? കോപ്പട്ടണോ? ഞാനോ? காலையில் கடையில் பார்த்தால அந்த பொண்ணு. ഓ, രാവിലെ വടി കൊടുത്ത് അടി മേടിച്ച കേസ്. മച്ചാനെ നീ ഇപ്പോഴും അതാലോചിച്ചോണ്ടിരിക്കുക? பாவண்ட அந்த பொண்ணு. ஏதோ பிரச்சனை தான் போல இருக்கு. டேய், உன் கூலி இன்னும் முடியலையா? ஏறடா, ടൈം ആകുது. പോയേ. അതെ, നിങ്ങൾ ഫാക്ടറിയിലെ കാര്യം നോക്കുക കേട്ടാ, എൻ്റെ കാര്യം നോക്കണ്ട.
ഇവിടെ ഇവിടെ മച്ചാനെ ഒന്ന് വന്നേ. കാലത്തെ ചൂടായ ടീം വിളിക്കണ്ട കേട്ടോ. ഒന്ന് പിടിച്ചേ. ഇയാളല്ല ആ അണ്ണനെ. കണ്ട ഞാൻ പറഞ്ഞില്ലേ നിന്നെയാടാ. குடி. என்ன இதுக்கு கூப்பிட்டீங்க? ஏதோ അണ്ണന്റെ കൈ നീട്ടം കൊള്ളായിരുന്നു കേട്ടോ. ഇന്നത്തെ കച്ചവടം തകർത്തു. காலையில் எதுக்கு அவ்வளோ கோவப்பட்டீங்க? അതൊക്കെ ഓരോരോ പ്രശ്നങ്ങളാ, പറയാതിരിക്കണേ നല്ലത്. இது யார் தம்பியா? സ്കൂളിൽ വിട്ട് ഇങ്ങോട്ട് പോരും, പിന്നെ ഒരുമിച്ച് വീട്ടിലേക്ക് പോകും. ആ ഇതാ നീനാ. உங்களுக்கு வேற யாரும் இல்லையா? ആ ഒരു ചേട്ടനുണ്ട് ഇവിടെ അടുത്തൊരു റിസോർട്ടിലെ സെക്യൂരിറ്റിയാ. അതാ ഇവിടുത്തെ പ്രശ്നം. ചേട്ടൻ എന്താ പ്രശ്നം? അയാള് ഞങ്ങളെ ചേട്ടനൊന്നുമല്ല. ഞങ്ങളുണ്ടാകുമ്പോ ഇപ്പൊ അച്ഛനും അമ്മ എടുത്തു വളർത്തിയതാ. അതൊരു 8ന്റെ പണിയായി. അച്ചു മിണ്ടായിരുന്നു പഠിച്ചേ. ഓ അല്ല അപ്പനും അമ്മ എവിടെ പോയി? 3-4 കൊല്ലം മുമ്പ് ഒരു മണ്ണിടിച്ചിൽ അവരങ്ങ് പോയി. അന്ന് തുടങ്ങിയത് എൻ്റെ കഷ്ടകാലം. നിങ്ങളെന്തിനാ വിഷമിക്കണേ? എനിക്കിതൊക്കെ ഒരു ശീലായി. സീൻ ഷോകായല്ലോ. അതവിടെ വെച്ചേ, അതവിടെ വെച്ചേ. எதுக்கு கவலைப்படுவீங்க? நானும் அப்பா அம்மா இல்லாமல் தான் வளர்ந்தேன். யாரும் இல்லாதவருக்கு கடவுள் இருக்கும்ல. எனக்கு ஏதாவது பிரச்சனை இருந்தா நான் அவர்கிட்ட தான் சொல்லுவேன். எங்க இருக்கு? അല്ല അണ്ണൻ എവിടുന്നാ? ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. நம்ம ஊர் மதுரை தான். இங்கே தான் வேலை பார்க்குறாங்க. இவ்வளவும் பேசிட்டு ஓ பேர் தெரிஞ்சுக்கலாமா? പ്രിയ. என் பேர் சிவா. பட்டுமா? അബ്ദു അബ്ദു വിളിക്ക്. സ്വപ്നായിരുന്നു. டேய் ഒന്ന് കിടത്തി ഉറക്കാമോ? ഞാനിന്ന് കണ്ടു തീർക്കട്ടെ. இல்லடா காலையில் உனக்கு சாப்பிட்றதுக்கு என்ன வேணும்னு தெரியுன்றதுக்காக தான். അതെന്തിനാ ഇപ്പൊ പറയണേ? நான் வாங்கி தரேன். നീ ம் എനിക്ക് ம் വാങ്ങിത്തരാന്ന് നടക്കണ കാര്യം. உனக்கு என்ன வேணும்னு மட்டும் சொல்லு. ഒരു വടയും ചായ. நம்ம கடையில் இல்லையே. இல்லை வேற ஏதாவது சொல்லு. ലോട്ടറി അടിച്ച്. എന്നാ ഒരു മസാല ദോശ. ஒரு சாதாரண கடையில் கிடைக்கிற பொருள் ஏதாவது சொல்லு. സാധാരണ കട? നീ ഉദ്ദേശിക്കുന്ന സാധാരണ കട ഒരു പെണ്ണ് കടത്തനല്ലേ? മനസ്സിലായോ അവനെ? அங்கே வாழைப்பழம் இருக்குமே. വാളപ്പഴമാ? ம் എനിക്കാവും വേണ്ട. അല്ല ഒരു 4 കിലോ മേടിച്ച. ம் நண்பேண்டா. இந்தாங்க ഇതെന്താ? கை நீட்டம். ഞാൻ ഈ കടയൊന്ന് തുറന്നോട്ടെ. ஓ இரு இரு ஏறுங்க. இரு இரு நான் இருக்குல்ல. தினமும் காலையில் இப்படி ஓப்பன் பண்ணி கொண்டு இரு இரு ஏறுங்க. ஒரு கிலோ வாழைப்பழம் கொடுங்க. നേരം വിളക്കിന് മുമ്പ് പഴോ? வாழைப்பழம் யாரும் சாப்பிட மாட்டியோ? தினமும் இந்த டைமில் எந்திரிச்சு வர்றதும் கஷ்டம். காலையில் நாங்கள் பழம்தான் சாப்பிடுவாங்க.
தேவதை கனவில் வந்தாயோ அவள் முகமோ நிஜமா பார்த்தது இன்றேவோ அந்த கனவின் தேவதை நீயடி என் காதல் கனவோ நீயடி என் கண்ணிமைகள் உன்னை பார்க்க துடிக்கிறதே என் காலடிகள் உன்னிடத்தை தேடுகிறேன் என் கனவின் தோழன் நீடா என் காதல் நினைவோ நீடா உன்னை பார்க்கும்போது நேரம் காலம் மறக்கிறது உன்னை நினைக்கவே நானும் வானில் பறக்கிறது என் இதயமே என் புனிதமே உன்னை காண காண நெஞ்சுக்குள்ள காதல் மழை பொழிகிறதே என் அழகனே என் இதயமே நீ என்னை வந்து மாரடைத்து கன்னத்திலே முத்தமிடுமா என் தோழனே வருமா வானோളം பெண்ணே பறக்குகிறேன் உள்ளம் நெஞ்சோரம் இதழோரம் தூங்காமல் நெஞ்சம் துடிக்குகிறேன் இன்றும் நிஜமேதோ கனவேதோ ஒரு கவிதை மனதில் தெளிகிறதே உன் உருவம் மனதால் வரைகிறதே நான் காதல் மழையாய் நனைகிறதே இதயம் குளிர்கிறதே என் தோழியே வருமா മുരുകാ കൂടി കൂടി അണ്ണം കുടിക്കണ നീ മച്ചനൊക്കെ പോലടാ കുടി സന്തോഷം താനേ എന്നാലും അണ്ണൻ്റെ മുന്നിൽ ഞാൻ എപ്പിടിയാണ് കുടിക്കണേ ചേച്ചേ അന്ത കൂച്ചെല്ലാം തേവയില്ല കുടി അണ്ണൻ ഇപ്പൊ തന്നെ അവളെ കൂടെ കൂട്ടിക്കൊള്ളാന്നുണ്ടല്ലേ അവളൊന്ന് വളരട്ടെ അണ്ണ ഇടി കുറച്ച് വെള്ളം കിടത്തുന്നു പാടി ദമ്മങ്ങളെ മുടിയട്ടോ അപ്പുറം നീതാ നമ്മ ഫാക്ടറിക്ക് മാനേജർ എപ്പടേ എല്ലാം അണ്ണൻ്റെ ഇഷ്ടം നിനക്ക് ചെവി കേട്ടു முருகா நீ அடி கொஞ்சம் வேலை இருக்கு ശരി അണ്ണ നിനക്ക് വിളിച്ചാ വരാൻ പാടില്ലടി ബാക്കിയുള്ളൂ നീ നരകത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ നോക്കുമ്പോഴാ രണ്ടും കൂടി എനിക്കിട്ട് ഉണ്ടാക്കാൻ വന്നേക്കോ തീർത്ത് കളഞ്ഞു ஏய் என்னாச்சு பிரியா
தேவதை கனவில் வந்தாயோ அவள் முகமோ நிஜமா பார்த்தது இன்றேவோ அந்த கனவின் தேவதை நீயடியோ என் காதல் கனவோ நீயடியோ என் கண்ணிமைகள் உன்னை பார்த்து துடிக்கிறதே என் காலடிகள் உன்னிடத்தை தேடுகிறேன் என் கனவின் தோழன் நீடா என் காதல் நினைவோ நீடா உன்னை பார்க்கும்போது நேரம் காலம் மறக்கிறது உன்னை நினைக்கவே நானும் வானில் பறக்கிறது என் இதயமே என் புனிதமே உன்னை காண காண நெஞ்சுக்குள்ள காதல் மழை பொழிகிறதே என் அழகனே என் இதயமே நீ என்னை வந்து மாரடைத்து கண்ணத்திலே முத்தமிடுமா என் தோழனே வருமா മൂർച്ചയില്ലേ പണ്ടാണ്. டேய் சத்தம் போடாதடா എൻ്റെ കാലി കൊണ്ടിട്ടല്ലേ കരഞ്ഞേ. അതെ ആയുധം വെച്ചിട്ടുള്ള കളിയാ. ഇനി കൊണ്ട ഞാൻ ഇനിയും കരയും. അല്ല കാലത്തെ മുതൽ ഈ ഏരിയ ശോകാണല്ലോ. എന്തു പറ്റി? இது முதல் தடவை தான்டா ஒரு தினம் பூரா அவளை பார்க்காம இருக்கிறது. അതിന്ന് കട തുറക്കാത്തോണ്ടല്ലേ. ഞങ്ങൾ മലയാളീസ് അങ്ങനെയാ. ഒരു ദിവസം റെസ്റ്റ് എടുക്കണമെന്ന് തോന്നുമ്പോൾ ഒരു ഹർത്താൽ അങ്ങ് വയ്ക്കും. അതൊക്കെ അത്രേ ഉള്ളൂ. മനസ്സുക്ക് ഒരു കുഴപ്പമാ ഇരിക്കടാ. രാവിലെ കട തുറക്കൂലേ, അപ്പോൾ കാണാം. പ്രശ്നം തീർന്നില്ലേ? ഉനക്കതെല്ലാം പുരിയാതടാ പോ. ഇപ്പം നിനക്ക് എന്താ വേണ്ടേ? അവളെ കാണണം, അത്രയല്ലേ ഉള്ളൂ. അതുക്ക് നമുക്കങ്ങോട്ട് പോവാം. എങ്ങിട്ട്? അവക്കടെ വീട്ടിലേക്ക്. വിളയാടിയാ ലൂസ് മച്ചാനെ, ഇപ്പം സമയം 10 മണി. ആ ഏരിയയിലും ഒരു പട്ടിക്കുഞ്ഞ് പോലും ഉണ്ടാവില്ല. അവളുടെ ചേട്ടനാണെങ്കിൽ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടാവും. പിന്നെന്താ പേടിക്കാൻ? അത് ശരി. ആനാലും എന്താനാലും ഇപ്പം നിനക്ക് അവളെ കാണണം. അത് പറ. அப்படின்னா பார்க்கணும். അപ്പോൾ പിന്നെ ഒന്നും നോക്കാനല്ല, വാ. ഇതൊക്കെ കൊച്ചിയിലായിരുന്നു പണ്ടേ മധുരം ചെടി. ഇതൊക്കെ എന്ത്? വാ. പുല്ലോ മൊത്തം കൊണ്ട് காமெடி பண்ற பாரு மாதிரி தெரியுது. വാ അങ്ങോട്ട്. കുപ്പിച്ചിട്ടൊന്നും കുത്തിക്കേ. பிரச்சனை எதுவும் இருக்காதுல்ல? എന്ത് പ്രശ്നം? ആ ലൈറ്റ് കാണുന്നതായിരിക്കും അവളുടെ മുറി. ആർക്കുമില്ല. അതാണ് കാരണവന്മാർ പറഞ്ഞത്. പ്രേമിക്കണ പെണ്ണിന് മൊബൈൽ മേടിച്ചു കൊടുക്കുന്നു. ചെല്ലു ചെല്ലു. നീ വരില്ലയാ? ഞാനിവിടെ വരടാ നിങ്ങളുടെ ഇടയ്ക്ക് കിടക്കാൻ. എനിക്ക് വാത്സല്യൊന്നും വേണ്ട. ചെല്ല് ചെല്ല്. കടന്ന് പൊട്ടിക്കല്ലേ.
ഒന്നും പേടിക്കണ്ട, ഞാനിവിടെ കിടന്നുറങ്ങണ്ടാവും. പോയാ അയ്യോ ശിവ, നീ എന്നെ പണിട്ടിരിക്ക? എന്തിനാ ശിവ ഇപ്പൊ ഇങ്ങോട്ട് വന്ന്? എന്റെ കൈയും കാലും പെരക്കണു. അച്ചുപ്പ കിടന്നതേ ഉള്ളൂ. உன்னை பார்க்காம இருக்க முடியலடி. இந்த நைட்டு முழுதும் உன்னை பார்த்துட்டே இருக்கணும் போல இருக்கு. ഒന്ന് പോ ശിവ. நான் போக மாட்டேன். പോ ശിവ പോ. முடியாது. நான் இவ்வளோ கஷ்டப்பட்டு வந்ததில்ல. അതിന് அதுக்கு பேசாம ஒரு கிஸ் கொடு. അയ്യോ അതൊന്നും പറ്റില്ല. அப்படின்னா நான் போக மாட்டேன், அவ்வளோதான். അതിപ്പോ എങ്ങനെയാ? நீ வெளியில வா. അത് പറ്റില്ല, എനിക്ക് പേടിയാ. அப்படின்னா கையில் கொடு. அது முடியாதா? എന്നാ കൈതാ, പെട്ടെന്ന് പോണേ. ഇതിനായിരുന്നല്ലോടാ നാറി നീ അവക്കടെ പുറകെ മണിപ്പിച്ചോണ്ട് നടന്നേ ഇല്ലടാ. എന്റെ വീട്ടിൽ കയറി കളിക്കാറായില്ലടാ. നീ ഏതാടാ നാറി? അണ്ണാ, അണ്ണാ ഒന്നും ചെയ്യല്ലേ അണ്ണാ. അവളുടെ ഒരു പ്രേമം എണ്ണം കെട്ട. എന്താണ് ഇതൊക്കെ? ഒന്നും ചെയ്യല്ലേ. ഇത് മാറടാ ഇങ്ങോട്ട്. ചെറുക്കനും ജീവനോടെ വേണമെന്നുണ്ടെങ്കിൽ രണ്ടും കൂടി അകത്ത് കയറി പൊക്കോ. മര്യാദക്കാണോ മര്യാദക്ക് വെച്ചേക്കല്ലേ ഞാനൊന്നിന് കയറി പോടി അകത്ത്. മുരുകൻ ആരാന്ന് നിനക്ക് അറിയില്ല. രണ്ടിനെ ഈ നാട്ടിൽ കണ്ടുപോലും നേരം വെളുക്കണ മുമ്പ് സ്ഥലം വിട്ടണം. എടുത്തോണ്ട് പോടാ ഇവനെ. നീ പോയേ പറ്റൂ ശിവ. மேலே இருக்கும் எந்த பிரச்சனையும் வரக்கூடாது. ഞാനും പോവാ. നീ ഇല്ലാതെ ഞാൻ എന്തിനാ ഇവിടെ? என் நண்பன் என்னிடம் அழகுதே, இதயமும் கிழியுதே. ஓ ஓ ஹலோ, யாரு? அப்து நீயா? எங்கடா இருந்துச்சு இவ்வளோ நாள்? ஆமாண்டா, பரவாயில்ல. இங்கே அண்ணன் கூட கொஞ்சம் வேலை பார்த்துக்கிட்டு இருக்கு, அவ்வளோதான். உனக்கு எப்படா இருக்கு? நான் இதுக்கெல்லாம் திரும்ப அந்த ஊருக்கு போயிட்டு அதெல்லாம் தேவையில்லாத விஷயம்.
ஞாபகப்படுத்தாத. என்னாச்சுடா சொல்லு. என்னடா പെരുന്നാള്. 6 മാസം മുമ്പുണ്ടായ മണ്ണിടിച്ചിലിൽ അവളുടെ വീട് പോയി. അച്ഛനും അമ്മയും പോയിടത്തേക്ക് അവളും പോയടാ. எங்கே காணவே இல்லையே மனமே மனமே, நான் உன்னை எங்கே தேடுவேன்? எங்கே நீ எங்கே காணவே இல்லையே மனமே மனமே, நான் உன்னை எங்கே தேடுவேன்? பலமுறை பார்த்தேன் என் விழியோரம் உந்தன் நிழல் மட்டும், பலமுறை கேட்டேன் என் காதோரம் உந்தன் சிரி மட்டும். நான் தேடி தேடி உன் வழி வந்தேன், ஆனால் தெரியல நீ எங்கே என்று கடவுள் கூட என்னிடம் மறக்கிறேன். என் உயிரே பிரியா, சிவா, சிவா, ശിവ, എന്താ എന്നോട് മിണ്ടാത്തെ? എന്നെ കാണുന്നില്ലേ നീ? என்னடா இப்படி ஆயிட்ட? என்னாச்சு உனக்கு? കണ്ണ് എല്ലാം പോയി ശിവ. എന്റെ അച്ഛൻ പോയി. എനിക്കിനി ആരുമില്ല.
புரிஞ்சுக்கல. உனக்காகத்தானே இவ்வளோ நாள் வந்துக்கிட்டு இருந்தேன். എനിക്ക് നിന്നെ കാണാൻ പറ്റണില്ലല്ലോ ശിവ. நாம இந்த உலகம் பார்க்கறதுக்கு ஏன் கண்டு போதாதா?